വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ശ്രുതി ഹാസൻ ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണ്. 3 എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു നോ മേക്കപ്പ് ലുക്കാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോണേ. സോ വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തളരായിട്ട് സബ്സ്ക്രൈബ് ഇട്ട് നിങ്ങൾക്ക് കൂടുതൽ ബെല്ലൈക്കൻ കൂടെ വെക്കണം. എന്നാൽ എപ്പോൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അതിൻ്റെ ഒക്കെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. സോ അതിലൂടെ ഒന്ന് ഫോളോ ചെയ്യുക. സോ നമുക്കിനി വീഡിയോയിലേക്ക് എടുക്കാം. സോ നമ്മൾ ഈ ഒരു മേക്കപ്പ് ലുക്കാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, ഒരു നോ മേക്കപ്പ് ലുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ എൻ്റെ ഫേസ് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലെൻസ് ചെയ്യാൻ യൂസ് ചെയ്തത് ഡെർമ വൈബിൻ്റെ ഹൈഡ്ര ക്ലെൻസർ കേട്ടോ. പിന്നെ നെക്സ്റ്റ് ടോണറാണ്. ടോണറിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പിൽഗ്രിമിൻ്റെ റെഡ് വൈൻ ടോണർ കേട്ടോ. അപ്പോൾ അത് ഞാൻ എൻ്റെ ഫേസിൽ അടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോട്ടൺ പാഡിൽ ഇത് കുറച്ച് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ടാബ് ചെയ്ത് കൊടുക്കുക. അടുത്ത മോയ്സ്ചറൈസറിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ന്യൂട്രിഡേമിൻ്റെ വിറ്റാമിൻ സി മോയ്സ്ചറൈസിങ് ലോഷൻ കേട്ടോ. ഇത് ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ ഒരു അടിപൊളിയായിട്ടുള്ള മോയ്സ്ചറൈസറാണ്. പ്രൈമറിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ പ്രൈമറാണ്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈമർ കേട്ടോ. നല്ലൊരു ബ്ലർഡ് എഫക്റ്റ് കിട്ടും നമ്മുടെ ഫേസിന്. അപ്പോൾ അത് എടുത്തിട്ട് ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു നോ മേക്കപ്പ് ലുക്ക് അല്ല. അപ്പോൾ ഫൗണ്ടേഷൻ പകരം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു CC ക്രീമാണ്. അപ്പോൾ ഇതിൻ്റെ ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. സോ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഹണിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് കയ്യിലെടുത്തിട്ട് ഫേസിൽ ഡോട്ട് ആയിട്ട് അപ്ലൈ ചെയ്യും. എന്നിട്ട് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ കൺസീലറിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ മേബ്ലിൻ ഫിറ്റ്മിയുടെ കൺസീലറാണ്. അപ്പോൾ അതിൻ്റെ ഡാർക്ക് സർക്കിളുള്ള സ്ഥലത്തെല്ലാം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ പിഗ്മെൻറ്റേഷൻ ഉള്ള സ്ഥലത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൈ പോയിന്റ്സിലൊക്കെ ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ബ്ലഷിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ആക്ടയുടെ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് ആണ്. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് പിങ്ക് റോസ് പെറ്റലാട്ടോ. മൊത്തം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മേബ്ലിൻ ഫിറ്റ്മിയുടെ ലൂസ് പൗഡറാണ്. ഇത് നല്ലൊരു ബ്ലർഡ് എഫക്റ്റ് കിട്ടും കേട്ടോ നമ്മുടെ ഫേസിന്. അപ്പോൾ അത് ഞാനൊരു ബ്രഷ് വെച്ചിട്ട് ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഐ മേക്കപ്പിലേക്ക് എടുക്കുക. അപ്പോൾ അധികം ഐ മേക്കപ്പ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ആക്ടയുടെ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് ജസ്റ്റ് കണ്ണിൻ്റെ മേലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മസ്കാരയ്ക്കായിട്ട് ഞാൻ ഈ ഇറ്റിൻ്റെ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. അധികം മസ്കാര ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളേ. നെക്സ്റ്റ് ഐബ്രോസ് ഫില്ല് ചെയ്യുക. അതിന് വേണ്ടി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഈ മ്യൂസിക് ഫ്ലവറിൻ്റെ ഐബ്രോ ജെല്ലാണ്. ഇത് ഷെയ്ഡ് വരുന്നത് ബ്രൗൺ ആട്ടോ. അപ്പോൾ ഇതാണ് ഷെയ്ഡ് വരുന്നത്. നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാം. ഇതിൻ്റെ കൂടെ ഒരു ബ്രഷും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാം. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കോണ്ടൂർ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ സെഫോറിൻ്റെ പാലറ്റിൽ നിന്ന് ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് കോണ്ടൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഹൈലൈറ്ററിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മേബ്ലിൻ്റെ മാസ്റ്റർ സ്റ്റോപ്പിംഗ് സ്റ്റിക്കാണ്. ഇത് ഭയങ്കര നാച്ചുറൽ ഫിനിഷ് വരും കേട്ടോ. നെക്സ്റ്റ് ലിപ്സിലേക്ക് എടുക്കാം. അപ്പോൾ ലിപ് ബാമിന് വേണ്ടിയിട്ട് ഞാനിവിടെ നിവ്യയുടെ ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ ഇട്ട് ലിപ്സ്റ്റിക്ക് തുടച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നെക്സ്റ്റ് ഞാനൊന്ന് ലിപ്പ് ലൈൻ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മിസ് ക്ലെയറിൻ്റെ ലിപ്പ് ലൈനറാണ്. ഷെയ്ഡ് വരുന്നത് സാൻഡി പിങ്ക് കേട്ടോ. ായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലാക്മിയുടെ ഫോറെവർ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് കേട്ടോ. ഇത് ഷെയ്ഡ് വരുന്നത് ന്യൂഡ് ഡ്രീം ആട്ടോ, 08 ന്യൂഡ് ഡ്രീം. അപ്പോൾ ഇത് ഞാൻ ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളേ. ഫൈനലായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മേബ്ലിൻ്റെ സെറ്റിംഗ് സ്പ്രേ ആണ്. അപ്പോൾ ഇത് ഞാനൊരു ബ്യൂട്ടി ബ്ലെൻഡറിലേക്ക് അടിച്ചിട്ട് ഫേസിൽ ഡാബ് ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് ഹെയർ സ്റ്റൈലിംഗ് ചെയ്യാം. ഹെയർ സ്റ്റൈലിംഗ് എന്ന് വെച്ചാൽ 2 സൈഡിലേക്ക് പിന്നി ഇട്ടിരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാം നമുക്ക്. ഇതാണ് നമ്മുടെ ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മേക്കപ്പ് ലുക്ക് എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.